ഇവിടെ പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്ന ഒരു ലേഡി മേക്കപ്പ് ഫിക്സ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുന്നു. ആക്ച്വലി അവൾ ഒരു ഒൾ ക്യാമറ യൂസ് ചെയ്ത് ഒരു പണക്കാരന്റെ ചിത്രം പകർത്തുകയാണ്. അതിനുശേഷം അവളെടുത്ത ഫോട്ടോ ടീംമേറ്റ്സിന് അയച്ചു കൊടുത്തതും അവർ അയാളുടെ ഫേസ് പോലെ ഒരു മാസ്ക് ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ അയാളുടെ കയ്യിലുള്ള ബ്രീഫ് കേസ് അടിച്ചു മാറ്റുന്നതിന് ഫേസ് മാത്രം പോരാ. ആ ടീമിനെ നയിക്കുന്ന ഈതൻ ആ പണക്കാരന്റെ ഫേസ് മാസ്കും വോയിസ് ക്ലോണറും ധരിച്ച് വേഗം പോകാൻ തയ്യാറെടുക്കുന്നു. അതേസമയം പാർട്ടിയിലുണ്ടായിരുന്ന ആ ലേഡി ആ പണക്കാരന്റെ ദേഹത്തേക്ക് വൈൻ വെച്ച് വീഴാൻ പോകുന്ന പോലെ അഭിനയിക്കുന്നു. ഉടനെ ആ പണക്കാരൻ റെസ്റ്റ് റൂമിലേക്ക് കയറി ബോഡി ഗാർഡിനെ പുറത്തു നിർത്തുന്നു. അയാൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെന്റിലൂടെ അകത്ത് കടന്ന ഈതൻ ആ പണക്കാരന്റെ പുറകെ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അയാളെ ഗണ്ണ് വെച്ച് ഭീഷണിപ്പെടുത്തി ഒരു കാർഡ് കാണിച്ചു കൊടുത്ത് അതിലുള്ളത് വായിക്കാൻ വേണ്ടി പറയുന്നു. ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അയാളത് വായിക്കാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ അയാൾ വായിക്കുന്ന സമയം ഈതന്റെ ടീമേറ്റ് അയാളുടെ വോയിസ് ക്ലോൺ ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം ആ പണക്കാരൻ കുറെ നേരമായിട്ടും പുറത്തു വരാത്തത് കൊണ്ട് അയാളുടെ ബോഡി ഗാർഡ് അയാൾ അന്വേഷിച്ച് ടോയ്ലറ്റിനകത്തേക്ക് വരുന്നു. ഉടനെ പാർട്ടിയിലുണ്ടായിരുന്ന ഇവൾ ഈതനെ ഇൻഫോം ചെയ്യുന്നു. അതിനുള്ളിൽ തന്നെ ഈതൻ വോയിസ് സാമ്പിൾസ് കളക്ട് ചെയ്ത് അയാളെ ബോധം കെടുത്തുന്നു. പക്ഷെ ആ വോയിസ് ക്ലോൺ ആവാൻ കുറച്ച് സമയമെടുക്കും. അതേസമയം വെന്റിൽ നിന്നും ഈതന്റെ വേറൊരു ടീമേറ്റ് വന്ന് രണ്ടുപേരും കൂടി അയാളെ എടുത്ത് പുറകിൽ ഒളിപ്പിക്കുന്നു. അതിനുശേഷം ഈതൻ തന്റെ ഷർട്ടിലായ വൈന് ക്ലീൻ ചെയ്യുന്ന പോലെ അഭിനയിക്കുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ബോഡി ഗാർഡ് അകത്തേക്ക് കയറി വരുന്നു. ബോഡി ഗാർഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈതൻ ചുമക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നു. സംശയം തോന്നിയ ബോഡി ഗാർഡ് അകത്തേക്ക് വന്നതും ഈതൻ അവനെ തടഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടി ആക്ഷൻ കാണിക്കുന്നു. പിടിക്കപ്പെടാൻ പോകുന്ന അവസാന നിമിഷത്തിൽ ഈതന്റെ ടീമേറ്റ് ആ വോയിസ് ക്ലോൺ ചെയ്ത് കഴിയുന്നു. ഉടനെ ഈതൻ ആ പണക്കാരന്റെ വോയിസിൽ ബോഡി ഗാർഡിനോട് പുറത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നു.